Hello friends, welcome to my channel. ഇന്ന് നമുക്ക് പാൻ ഗ്രിൽഡ് പനീർ ടിക്ക എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം കടലമാവ് 4 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡൈസ് ക്യൂബ് ആയിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീരും ഡൈസ് ചെയ്തത് ചുവന്ന ക്യാപ്സിക്കമും പച്ച ക്യാപ്സിക്കമും ഉണ്ട്. രണ്ടും ഓരോന്ന് വീതമാണ്. പിന്നെ ഇവിടെ 2 ചെറിയ സവാളയാണ് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറയും, 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ അവസാനമായിട്ട് ജീരകപ്പൊടി 1 ടീസ്പൂൺ. ഇതുകൂടാതെ നമ്മൾ മാരിനേഷന് വേണ്ടി കടുകെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് പനീർ മാരിനേഷന് വേണ്ടി ആദ്യം 1 കപ്പ് തൈര് ഒഴിക്കാം. പിന്നെ കടലമാവ്, മിക്സ് ചെയ്യാം. മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കിയ മസാല എല്ലാം ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാരിനേഷനുള്ള പേസ്റ്റ് നമ്മുടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ കടുകെണ്ണ ഒഴിക്കണം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് കുറച്ച് കടുകെണ്ണ ഒഴിച്ച് വെക്കാം. ഇത് ചെറിയ ചൂട് വേണം ഈ എണ്ണയ്ക്ക്. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് ഡൈസ് ചെയ്ത് പനീർ ഇടുകയാണ്. പനീർ കുറച്ച് ഇട്ടിട്ട് ആദ്യം മിക്സ് ചെയ്യണം. ഇനി കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ച് കാപ്സിക്കം ഇടാം. പിന്നെ സവാള ഡൈസ് ചെയ്ത് വെച്ചിരിക്കണം ഇടാം. വന്ന പനീരും കൂടി ഇടാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്യണം. ഇത് നല്ല ലൈറ്റായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഒത്തിരി ഇളക്കി ചെയ്താൽ ഇതിൻ്റെ പനീരൊക്കെ ചിലപ്പം പൊടിഞ്ഞു വന്നെന്ന് വരും. അതുകൊണ്ട് നല്ലോണം ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യണം. കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പം വേണമെങ്കിൽ എരിവ് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് മതിയാവും. അതുപോലെ ഉപ്പും നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ഇനിയും വേണമെങ്കിൽ ഉപ്പിടാം. ഇതിനകത്തിപ്പോൾ ഉപ്പ് കുഴപ്പമില്ല, അതാണ് ഇനി ഉപ്പ് ഇടണില്ല. പിന്നെ അതുപോലെ വേറെ ഫുഡ് കളറൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം കാശ്മീരി റെഡ് ചില്ലി പൗഡറിന് ആവശ്യത്തിന് വേണ്ടി ചുമപ്പ്
ഫുഡ് കളർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പനീർ ടിക്ക മസാല ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ മസാലാസ് ഒന്നും ഇടാതെ പനീർ ടിക്ക മസാല റെഡിമെയ്ഡ് ആയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മസാല എല്ലാം ഒഴിവാക്കി പനീർ ടിക്ക മസാല എടുത്തിട്ടാൽ മതി. ബാക്കി പ്രൊസീജിയർ അതേപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി പാനിൽ. അതിന് മുമ്പ് ഇത് നമ്മളൊന്ന് കുറച്ച് നേരം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ വേഗം എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ പനീർ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആവാനുള്ള സമയം കൊണ്ട് നമുക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 കപ്പ് തൈര്, 3-4 മുളക് എരിവിനനുസരിച്ച്, കുറച്ച് മിൻറ്റ് ലീവ്സ്, ഇഞ്ചി, പുതിന ലീവ്സ് എന്ന് പറയും, ഇഞ്ചി ഒരു 1/2 കഷ്ണം, പിന്നെ കുറച്ച് മല്ലിയില. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചട്നിയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്യൂവേഴ്സ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ ഓൺലൈൻ കിട്ടും, അല്ലെങ്കിൽ കടകളിൽ കിട്ടുന്നതാണ്. ഞാനിതിപ്പോൾ ഓൺലൈനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്യൂവേഴ്സ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മാരിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചെറിയ ടൂത്ത് പിക്ക് കിട്ടുവാണെങ്കിൽ അതിനകത്ത് ഒരു പനീരും ബാക്കി വേണ്ട ക്യാപ്സിക്കം ഒക്കെ വെച്ച് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ സ്ക്യൂവേഴ്സിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കയറ്റുവാണ്. കളർഫുള്ളായിട്ട് കിട്ടാനായിട്ട് ആദ്യം ഓണിയൻ, അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ എടുത്ത് പനീറെടുത്ത് കുറച്ച് അടുപ്പിച്ച് വെക്കണം. ഇനി അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അടുപ്പിച്ച് വെക്കണം. ഗ്രില്ല് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഗ്രില്ല് ചെയ്തെടുക്കാൻ ഞാനവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഓപ്ഷനിൽ ഉള്ള എണ്ണ എടുക്കാം. ഇത് ഒരേ ലെവലിലുള്ള രീതിയിൽ വെക്കണം ഗ്രില്ല് ചെയ്യാനായിട്ട്. ഇത് അടുപ്പിച്ചുള്ള പനീർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെക്കണം. ഒരു ഭാഗം ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചു കൊടുക്കാം. ചൂട് അധികം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം മീഡിയം ആക്കാം.
ഗ്രില്ലായി വരുന്നുണ്ടോ, കളറൊക്കെ മാറി നല്ല ഗ്രില്ലായി വരുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ഓരോ സമയത്ത് തിരിച്ചു കൊടുക്കണം ഇത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ അടുപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇതുണ്ട് ഇതുപോലെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് പൊട്ടിയിട്ടില്ല, അത് അടുപ്പിച്ച് നല്ലോണം വെച്ച കാരണമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും. തൈര് മാക്സിമം കട്ടിയായിട്ട് യൂസ് ചെയ്യാൻ ആണ് നമുക്ക് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കട്ടി കുറവാണെങ്കിൽ, വെള്ളമയം ഉണ്ടെങ്കിൽ അത് ചിലപ്പം പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ വിട്ടു പോകാനോ ചാൻസ് ഉണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത സംഭവം വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് കാരണം ആണ് കുറച്ച് നേരം ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാൻസ് കുറവാണ് അത് പൊട്ടി പോകാനായിട്ടുള്ളത്. നല്ല കളർ മാറി നല്ല ഗ്രീനായ കളറ്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനകത്ത് ഇത് വേവായിട്ടുണ്ട്, അതിൻ്റെ ഗ്രില്ലായിട്ടുണ്ട്. ഇതായിട്ടുണ്ട്, നമുക്ക് ഗ്രില്ലായിട്ടുണ്ട്. നല്ല എല്ലായിടത്തും കളറൊക്കെ കാണാം. മാറ്റി വയ്ക്കാം പ്ലേറ്റിൽ. വേണമെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ഫ്ലെയിമിൽ വേണമെങ്കിൽ ഒന്ന് വേഗം ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതും ഒരു ഈസി വേ ആണ്, വേഗം ഗ്രില്ലായിട്ട്. കണ്ടില്ലേ, നമ്മുടെ കിഡിലൻ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത ഡിഷുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.